ഇ.പി. ജയരാജൻ ജനകീയ പ്രതിരോധ ജാഥയിൽ പങ്കെടുക്കും. നാളെ തൃശൂരിൽ ജാഥയുടെ ഭാഗമാകും. രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് തിരിക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, സസ്പെൻസിന് വിരാമമാകുന്നു. ഇതുവരെയും ജാഥയുടെ ഭാഗമാകാതിരുന്ന ഇ.പി. ജയരാജൻ ജാഥയുടെ ഭാഗമാകുന്നു. എന്താണിപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്? ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ഇ.പി. ജയരാജൻ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഉണ്ടായത് അറിയില്ല. പക്ഷേ ഇ.പി. ജയരാജൻ നാളെ തൃശ്ശൂരിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. നാളെ രാവിലെ 6:45 അദ്ദേഹം തിരുവനന്തപുരത്ത് തൃശ്ശൂരിലേക്ക് തിരിക്കും. അദ്ദേഹം അവിടെ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയും ചെയ്യും. ആ രീതിയിലാണ് ഇപ്പോൾ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇടതുമുന്നണി കൺവീനർ സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന യാത്രയിൽ പങ്കെടുക്കാത്തത് വരെ വിവാദമായിരുന്നു. യാത്രയിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് ഇന്നലെ നമ്മുടെ എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ പോലും വ്യക്തമായൊരു ഉത്തരം പറയാൻ ഇ.പി. ജയരാജൻ തയ്യാറായില്ല. എല്ലാവരും ജാഥയിൽ പങ്കെടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ എം.വി. ഗോവിന്ദൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇ.പി. ജയരാജൻ ഈ യാത്രയുടെ ഭാഗമാകും. 18-ന് യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ഭാഗമാകുമെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും എം.വി. ഗോവിന്ദൻ പറഞ്ഞതുപോലെ ഇ.പി. നാളെ യാത്രയുടെ ഭാഗമാവുകയാണ്. അദ്ദേഹം തൃശ്ശൂരിൽ ഈ യോഗത്തിൽ പങ്കെടുക്കും, പ്രസംഗിക്കും. തൽക്കാലത്തേക്കെങ്കിലും ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ എതിർപ്പ് അല്ലെങ്കിൽ പിണക്കം മാറ്റിവെക്കുകയാണ് ഇ.പി. ജയരാജൻ. ഇതിനെതിരെ ഗൂഢാലോചന നടന്നു എന്ന ഒരു ആരോപണം ഇ.പി. ജയരാജൻ സംസ്ഥാന സമിതിയിലടക്കം ഉന്നയിച്ചിരുന്നു. അതിന്റെ അന്വേഷണം അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉറപ്പ് സംസ്ഥാന നേതൃത്വം അദ്ദേഹം നൽകിയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടറി യോഗത്തിലാണ് ഇ.പി. ഒരു ഇടവേളയ്ക്ക് ശേഷം പങ്കെടുത്തത്. അതായത് അരുൺ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ ന്യൂസ് 18 നൽകിയ അഭിമുഖം, അത് വിശദമായി തന്നെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തതാണ്. അതിൽ പല കാര്യങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ ജാതിയുടെ ഭാഗമാകുന്നത് സംബന്ധിച്ച് എല്ലാവർക്കും ജാതിയുടെ ഭാഗമാകാൻ സാധിക്കില്ലല്ലോ എന്ന തരത്തിലടക്കം അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അതായത് അതൃപ്തി എല്ലാ തരത്തിലും അദ്ദേഹം അറിയിക്കുന്നു. അതിനുശേഷമാണല്ലേ അദ്ദേഹം ജാതിയുടെ ഭാഗമാകുന്നത്? തീർച്ചയായും അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത്രയും നാൾ യാത്രയുടെ ഭാഗമാകാത്തത്? ഉദ്ഘാടന സമ്മേളനത്തിൽ എം.വി. ഗോവിന്ദൻ നേരിട്ടാണ് മുന്നണി കൺവീനർ കൂടിയായ ഇ.പി. ജയരാജനെ ക്ഷണിച്ചത്. അദ്ദേഹം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തില്ല. പിന്നീട് കാസർഗോഡും 3 ദിവസം കണ്ണൂരിൽ യാത്ര സഞ്ചരിച്ചിട്ടും അവിടെയും കണ്ണൂർ ഉണ്ടായിരുന്നിട്ട് കൂടി ഇ.പി. പങ്കെടുത്തില്ല. അതിനുശേഷമാണ് അദ്ദേഹം ന്യൂസ് 18-ലൂടെ തന്റെ എതിർപ്പുകൾ, തന്റെ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞത്. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ യാത്രയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തനിക്ക് വിഷയത്തിൽ പല വിഷയങ്ങളിലും അതൃപ്തിയുണ്ട്. തന്റെ താൻ ഉന്നയിച്ച പരാതിയിൽ ഒരു അന്വേഷണം ഉണ്ടാകാത്തതിലുള്ള അതൃപ്തി അദ്ദേഹത്തിനുണ്ട്, വിഷമമുണ്ട്. അതെല്ലാം തുറന്നു പറഞ്ഞ ശേഷമാണ് അദ്ദേഹം യാത്രയുടെ ഭാഗമാകുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു ഇ.പി. ജയരാജൻ. അതിനുശേഷമാണ് അദ്ദേഹം യാത്രയുടെ ഭാഗമാകുന്നത്. യാത്രയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിരുന്നില്ല. പക്ഷേ യാത്രയിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനും ഇ.പി. ജയരാജൻ ഇന്നലെ വരെ തയ്യാറായില്ല. ഇന്ന് ഉച്ചയ്ക്ക് മാധ്യമങ്ങൾ തിരുവനന്തപുരത്ത് കാണുമ്പോഴും ആ കാര്യത്തിൽ അദ്ദേഹം ഒരു നിലപാട് വ്യക്തമാക്കിയതിന് പക്ഷേ പൊടുന്നനെ അദ്ദേഹം തൃശ്ശൂരിലേക്ക് പോകാൻ തീരുമാനമെടുക്കുകയായിരുന്നു. അതായത് ഈ ജാതിയുടെ ഭാഗമാകുമെന്ന് പറയുമ്പോഴും ഇനി അങ്ങോട്ടേക്ക് അദ്ദേഹം പല ഇടത്തും പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ പറയാൻ കഴിയില്ല. നാളെ അദ്ദേഹം തൃശ്ശൂരിൽ യാത്രയുടെ ഭാഗമാകുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനപ്പുറത്തേക്ക് മറ്റു യാത്രയുടെ ഏതെങ്കിലും വേദികളിലേക്ക് അദ്ദേഹം പോകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അത്തരമൊരു തീരുമാനത്തിലേക്ക് ഇ.പി. ജയരാജൻ എത്തിയോ എന്ന കാര്യവും വ്യക്തമല്ല. ഏതായാലും അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ, അദ്ദേഹം പാർട്ടിയുടെ മുൻപാകെ ഉന്നയിച്ച വിഷയങ്ങൾ അതേപടി ഇപ്പോഴും നിലനിൽക്കുകയാണ്. പാർട്ടി ഒരിക്കൽ ചർച്ച ചെയ്ത് കഴമ്പിൽ നിന്ന് കണ്ട് മാറ്റിവെച്ച വിഷയം, തള്ളിക്കളഞ്ഞ വിഷയം വീണ്ടും ആരോപണമായി ഉന്നയിച്ചത് തന്നെ അപകീർത്തിപ്പെടുത്താനാണ്, തന്നെ വ്യക്തിഹത്യ നടത്താനാണ്. അത് അതേപടി മാധ്യമങ്ങളിൽ ചോർത്ത് നൽകി തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇ.പി. ജയരാജൻ സംസ്ഥാന സമിതിയിലടക്കം ഉന്നയിച്ചത്. അതിന് അന്വേഷണം വേണമെന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു. അതിലൊരു തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിന്നീട് പരിഗണിക്കാമെന്ന് മാത്രമാണ് സംസ്ഥാന സമിതിയിൽ ഇ.പി. ജയരാജനെ അറിയിച്ചത്. അതിൽ അദ്ദേഹത്തിന് വലിയ അതൃപ്തിയുണ്ട്, എതിർപ്പുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു നിലപാടിലേക്ക് പോയത്. അതിൽ എന്തെങ്കിലും തീരുമാനമാകാതെ ഇ.പി. നേരത്തെ പോലെ പാർട്ടി പരിപാടികളിലോ അല്ലെങ്കിൽ മുന്നണിയുടെ നേതൃത്വത്തിലോ സജീവമാകുമെന്ന് കരുതാൻ കഴിയില്ല. എന്തായാലും ഇ.പി. ജയരാജൻ ജനകീയ പ്രതിരോധ ജാഥയുടെ ഭാഗമാവുകയാണ്. ജാഥ ആരംഭിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് അദ്ദേഹം ജാഥയുടെ ഭാഗമാകാൻ പോകുന്നത്.